ചോദ്യം 1. ലോകാരോഗ്യ സംഘടന എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. ലോകാരോഗ്യ സംഘടന എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഡിസംബർ 1. ചോദ്യം 2. എയ്ഡ്സ് പ്രതിരോധ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. എയ്ഡ്സ് പ്രതിരോധ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം മെയ് 18. ചോദ്യം 3. എയ്ഡ്സ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ചോദ്യം ഒന്നുകൂടി പറയാം. എയ്ഡ്സ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ചോദ്യം 4. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? ഉത്തരം HIV വൈറസ്. ചോദ്യം 5. HIV എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ചോദ്യം ഒന്നുകൂടി പറയാം. HIV എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ചോദ്യം 6. എയ്ഡ്സ് വൈറസിനെ അഥവാ HIVയെ ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. എയ്ഡ്സ് വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ഡോക്ടർ റോബർട്ട് ഗാലോ. ചോദ്യം 7. എയ്ഡ്സ് ദിനം ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. എയ്ഡ്സ് ദിനം ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 1988 ഡിസംബർ 1 മുതൽ. ചോദ്യം 8. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് കണ്ടെത്തിയ വർഷം എന്നാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് കണ്ടെത്തിയ വർഷം എന്നാണ്? ഉത്തരം 1986. ചോദ്യം 9. എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. 1981 അമേരിക്കയിൽ എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. 10ാമത്തെ ചോദ്യം. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് കണ്ടെത്തിയത് ഏത് വർഷമാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് കണ്ടെത്തിയത് ഏത് വർഷമാണ്? ഉത്തരം 1988. ചോദ്യം 11. സമ്പൂർണ്ണ എയ്ഡ്സ് സാക്ഷരത കൈവരിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. സമ്പൂർണ്ണ എയ്ഡ്സ് സാക്ഷരത കൈവരിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? ഉത്തരം പാലക്കാട്. ചോദ്യം 12. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണ്? ഉത്തരം പത്തനംതിട്ട. ചോദ്യം 13. കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ചെയർമാൻ ആരാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം ചീഫ് സെക്രട്ടറി. ചോദ്യം 14. എയ്ഡ്സ് വൈറസിൻ്റെ ശക്തി കുറച്ച് ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്ന ചികിത്സ ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. എയ്ഡ്സ് വൈറസിൻ്റെ ശക്തി കുറച്ച് ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്ന ചികിത്സ ഏതാണ്? ഉത്തരം ആർട്ട് ചികിത്സ. ചോദ്യം 15. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം എന്നാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം എന്നാണ്? ഉത്തരം 1987. ചോദ്യം 16. എയ്ഡ്സ് ബോധവൽക്കരണ പരിശോധനയും ചികിത്സയും നൽകുന്ന കേരളത്തിലെ സെൻറ്റർ ഏത്? ചോദ്യം ഒന്നുകൂടി പറയാം. എയ്ഡ്സ് ബോധവൽക്കരണ പരിശോധനയും ചികിത്സയും നൽകുന്ന കേരളത്തിലെ സെൻറ്റർ ഏതാണ്? ഉത്തരം ജ്യോതിസ് ICTC. ചോദ്യം 17. എയ്ഡ്സ് ഏത് തരം രോഗമാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. എയ്ഡ്സ് ഏത് തരം രോഗമാണ്?
ഉത്തരം പാൻഡമിക്. ചോദ്യം 18. ഇന്ത്യയിൽ എയ്ഡ്സ് ബാധിതർ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. ഇന്ത്യയിൽ എയ്ഡ്സ് ബാധിതർ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം മഹാരാഷ്ട്ര. ചോദ്യം 19. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള രാജ്യം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള രാജ്യം ഏതാണ്? ഉത്തരം സൗത്ത് ആഫ്രിക്ക. ചോദ്യം 20. എയ്ഡ്സ് രോഗനിർണയത്തിനുള്ള പ്രാഥമിക പരിശോധന ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. എയ്ഡ്സ് രോഗനിർണയത്തിനുള്ള പ്രാഥമിക പരിശോധന ഏതാണ്? ഉത്തരം എലിസ ടെസ്റ്റ്. ചോദ്യം 21. എലിസ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ചോദ്യം ഒന്നുകൂടി പറയാം. എലിസ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം എൻസൈ ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ അസേ. ചോദ്യം 22. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം സ്ഥിരീകരിച്ച ഡോക്ടർ ആരാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം സ്ഥിരീകരിച്ച ഡോക്ടർ ആരാണ്? ഉത്തരം ഡോക്ടർ സുനിധി സോളമൻ. ചോദ്യം 23. എയ്ഡ്സ് ബാധിതരോടുള്ള സഹാനുഭവത്തിൻ്റെ പ്രതീകം എന്ത്? ചോദ്യം ഒന്നുകൂടി പറയാം. എയ്ഡ്സ് ബാധിതരോടുള്ള സഹാനുഭാവത്തിൻ്റെ പ്രതീകം എന്ത്? ഉത്തരം റെഡ് റിബൺ. ചോദ്യം 24. എയ്ഡ്സ് ബോധവൽക്കരണ സന്ദേശം പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശവുമായി ബന്ധപ്പെട്ട ട്രെയിൻ ഏതാണ്? ഉത്തരം റെഡ് റിബൺ എക്സ്പ്രസ്. ചോദ്യം 25. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ സൗജന്യ എയ്ഡ്സ് ചികിത്സാ പദ്ധതി ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ സൗജന്യ ചികിത്സാ പദ്ധതി ഏതാണ്? ഉത്തരം ഉഷസ്. ചോദ്യം 26. എയ്ഡ്സ് എന്ന പേര് നൽകിയ വർഷം ഏത്? ചോദ്യം ഒന്നുകൂടി പറയാം. എയ്ഡ്സ് എന്ന പേര് നൽകിയ വർഷം ഏത്? ഉത്തരം 1982. ചോദ്യം 27. റെഡ് റിബൺ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. റെഡ് റിബൺ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം വിഷ്വൽ എയ്ഡ്സ്. ചോദ്യം 28. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഉത്തരം തമിഴ്നാട്. ചോദ്യം 29. ദേശീയ എയ്ഡ്സ് രോഗനിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി കേരളത്തിൽ സ്ഥാപിച്ച എയ്ഡ്സ് രോഗനിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം തൃശൂർ മെഡിക്കൽ കോളേജ്. ചോദ്യം 30. ദരിദ്ര രാജ്യങ്ങളിലെ എയ്ഡ്സ് ബാധിതർക്ക് ചികിത്സ ലഭിക്കാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ പദ്ധതി ഏതാണ്? ഉത്തരം ബൈ 5 ഇനീഷ്യേറ്റീവ്. ചോദ്യം 31. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടഞ്ഞ ആദ്യ രാജ്യം ഏത്? ഉത്തരം ക്യൂബ. ചോദ്യം 32. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടഞ്ഞ ആദ്യ ഏഷ്യൻ രാജ്യം. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടഞ്ഞ ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? ഉത്തരം തായ്ലൻഡ്. ചോദ്യം 33. ലൂക്ക് മൊണ്ടൈനർ, ഫ്രാൻകോയിസ് ബാരിസ്നൗസി എന്നിവർക്ക് എയ്ഡ്സ് വൈറസിൻ്റെ കണ്ടുപിടുത്തത്തിന് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ഏത് വർഷമാണ് ലഭിച്ചത്? ഉത്തരം 2008. ചോദ്യം 34. HIV ഒരു ഡാഷ് വൈറസ് ആണ്. ഉത്തരം HIV ഒരു റിട്രോ വൈറസ് ആണ്. ചോദ്യം 35. എയ്ഡ്സ് സ്ഥിരീകരണത്തിനുള്ള ടെസ്റ്റ് ഏതാണ്? ഉത്തരം വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. എയ്ഡ്സ് ബാധിക്കുന്നത്
ശരീരത്തിൻ്റെ ഏത് അവസ്ഥയെയാണ്? ഉത്തരം രോഗപ്രതിരോധ ശേഷിയെ. ചോദ്യം 37. 2024 എയ്ഡ്സ് ദിനത്തിൻ്റെ തീം എന്താണ്? ഉത്തരം ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്, എയ്ഡ്സ് രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബായ്.